ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈ ഒത്തുചേരൽ ഒരു വലിയ സന്ദേശമാണ്. മനുഷ്യർ തമ്മിൽ അകറ്റുന്നതല്ല, മറിച്ച് പരസ്പരം ചേർത്തു നിർത്തുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയും ആത്മീയതയും എന്ന് ഈ വേദി വിളിച്ചോതും. നമ്മുടെ കേരളത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അത് നമ്മുടെ വൈവിധ്യമാണ്. ബാങ്കുവിളിയുടെ ശബ്ദവും അമ്പലത്തിലെ മണിനാദവും ചർച്ചിനകത്തെ പ്രാർത്ഥനകളും ഒരേ വായുവിൽ അലിഞ്ഞു ചേരുന്ന നാടാണ് നമ്മുടേത്. വിശ്വാസങ്ങൾ പലതാകാം, പക്ഷേ ആരാധന രീതികൾ വ്യത്യാസപ്പെടാം. എന്നാൽ വിശക്കുന്നവന്റെ വയറും വേദനിക്കുന്നവന്റെ കണ്ണീരും ഒന്നാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യത്വം ജനിക്കുന്നത്. എല്ലാ മതങ്ങളും വിഭാവനം ചെയ്യുന്നത് കാരുണ്യവും സ്നേഹവുമാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതീയ സംസ്കാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങൾ കേവലം ചടങ്ങുകളല്ല, മറിച്ച് നമ്മുടെ മനസ്സുകളിൽ പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും കൂടുതൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ഒത്തുചേരലുകളാണ്. സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് അതിർവരമ്പുകളില്ല. അതിന് ഈ മനോഹരമായ സമ്മേളനം സംഘടിപ്പിച്ച ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. അയൽ വീട്ടുകാരെ പട്ടിട്ട് കിടക്കുമ്പോൾ വയറു നിറച്ച് തിന്നുന്നവൻ എന്റെ സംസ്കാരത്തിൽപ്പെട്ടവനല്ല, എന്റെ മതത്തിൽപ്പെട്ടവനല്ല. അതിലുപരി ആ വിശക്കുന്നവനെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, നിറമില്ല എന്ന ചിന്തയാണ് നമുക്ക് നൽകിയത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന അത്രമാത്രം മഹത്തരമുള്ള വചനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ലോകത്തെ സർവ്വചരാചരങ്ങൾക്ക് ഒരുപോലെ സുഖം ലഭിക്കട്ടെ എന്ന വലിയ മന്ത്രം അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സന്തോഷം. അങ്ങയുടെ വാക്കുകൾ വളരെ അധികം ധന്യമായി. അടുത്തതായിട്ട് സംസാരിക്കുന്നത്, ചുരുങ്ങിയ വാക്കിൽ സംസാരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ധനം തന്നെയാണ്. പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അങ്ങനെ ഒരു ധനം നൽകുമ്പോൾ അതിന്റെ തുടക്കം ആര് കുറിക്കും എന്ന് നമ്മളെല്ലാവരും ആഘോഷ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരുടെ നാവിൽ നിന്ന് ഒരാളുടെ പേരാവുന്നത് അത് നമ്മുടെ